സൈനിക വിമാനം തകർന്ന് 66 പേർ മരിച്ചു. നിരവധി പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ സൈനിക വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 66 പേർ കൊല്ലപ്പെട്ടു. കൊളംബിയൻ വ്യോമസേനയുടെ ഹെർക്കുലിസ് C-130 എന്ന ഗതാഗത വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെക്കു പടിഞ്ഞാറൻ കൊളംബിയയിലെ പ്യൂർട്ടോ ലെഗിസാമോയിൽ നിന്ന് പറന്നുയർന്ന് വെറും 1.5 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് വിമാനം തകർന്നു വീണത്. 114 യാത്രക്കാരും 11 ജീവനക്കാരുമടക്കം 125 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം 34 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ പിന്നീട് മരണസംഖ്യ 66ആയി സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. അപകടത്തിൽ 48ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൈനികർക്ക് പുറമെ വിമാനത്തിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും തകർച്ചയ്ക്ക് പിന്നാലെ പൊട്ടിത്തെറിച്ചതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. റൺവേയിൽ നിന്ന് പറന്നുയരുന്നതിനിടെ വിമാനത്തിന് ആഘാതമേൽക്കുകയും തുടർന്ന് താഴേക്ക് പതിക്കുന്നതിനിടെ ചിറക് ഒരു മരത്തിൽ ഇടിക്കുകയും ചെയ്തതായാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി കൊളംബിയൻ വ്യോമസേനാ മേധാവി ഫെർണാണ്ടോ സിൽവ അറിയിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 40ലധികം ആളുകളുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ടെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വ്യക്തമാക്കി. സൈന്യത്തെ സൈനികവൽക്കരിക്കുന്നതിലെ കാലതാമസത്തെയും ഉദ്യോഗതലത്തിലെ വീഴ്ചകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.